ഇതെവിടുന്ന എസ്കിമോ എസ്കിമോ എസ്കിമോനെ കണ്ടോ? എസ്കിമോ എസ്കിമോ. ഹലോ, നമ്മളെ അല്ലുകുട്ടാപ്പിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ. പക്ഷെ അവനക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഭയങ്കര ധൃതി. ഇതാണ് അല്ലുകുട്ടാപ്പിൻ്റെ ഗിഫ്റ്റ്. ഇതിൽ ഒരു പ്രഷ്യസ് ഐറ്റം ആണുള്ളത്. തുറക്കാൻ പറ്റത്തില്ലല്ലോ. മോതിരം ഇതോടൊപ്പം സാധനം. ഞാനിത് അല്ലുകുട്ടാപ്പിക്ക് കൈമാറി ഇരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളെ കൂടെ കുട്ടുമാൻ ഉണ്ട് കേട്ടോ, കുട്ടൂസൻ. ഇത് വലിയ കുട്ടൂസൻ, ഇത് കുഞ്ഞു കുട്ടൂസൻ, പിന്നെ ഡാഗിയും മായാവിയും. ഞങ്ങളിപ്പോൾ പോകുന്നത്, ഞങ്ങളെ യാത്രകളൊക്കെ എപ്പോഴും രാത്രിയിലാണ് തുടങ്ങുന്നത്. ഇപ്പം 9:33 ഞങ്ങൾ അൽകുദ്രയിലേക്ക് പോവാണ് വിത്ത് ആരിൻ്റെ കമ്പനി കൊളീഗ്സിൻ്റെ കൂടെ. അല്ലുകുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നെസ്റ്റോ കയറി കേക്ക് വാങ്ങി. ആക്ച്വലി കേക്ക് വാങ്ങാനല്ല പോയത്, ചുടാനും കുറിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങാനായിരുന്നു. കൂട്ടത്തിൽ കേക്ക് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം 12:21. എന്നിട്ട് റോഡിലെ തിരക്ക് കണ്ടില്ലേ? ദുബായ്ക്കാർക്ക് നേരം വെളുക്കുന്നത് തന്നെ നട്ടപ്പാതിരാക്കാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ അൽകുദ്ര ലവ് ലേക്കിലെത്തി. ഇനി പോകാനുള്ളത് കുറച്ച് ഓഫ് റോഡാണ്. അവിടെ എത്തിയ പാടെ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചത് ഇവരാണ്. സംഭവം കാണിച്ചാൽ ഹല്ലു ഇവിടെ നിൽക്കണ്ടേ, ലൈറ്റ് ഓണാക്ക്. ഹല്ലുവിൻ്റെ കാല് ഇവിടെ ഉണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാണ്. ലൈറ്റ് ഓഫ് ആക്ക്, മാറ്. കണ്ടോ ഹല്ലുവിൻ്റെ കാൽപാദം കണ്ടോ? നമ്മൾ ഇവിടെ ഒക്കെ ഇവിടെ എല്ലാവരും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ലവിന് ചുറ്റും ഇരുട്ടായതുകൊണ്ട് കാണൂല. രാവിലെ നേരം വെളുത്തിട്ട് ഇതിനൊക്കെ കാണിച്ചു തരാം. ഈ വെളിച്ചം കാണുന്നൊക്കെ ഓരോ ടെൻറ്റുകളും ഓരോ ആൾക്കാരും ചുടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഒരു എസ്കീമോ ഇവിടെ ഇരുന്ന് തീ കായുന്നുണ്ട്. എസ്കീമോ ഇതൊക്കെ കണ്ട വിചാരിക്കും വല്ല ജോർജിയയില് പോയിട്ടിരിക്കാണ്. ഹാപ്പി പഠിക്കാ ഹാപ്പി ബർത്ത്ഡേ അല്ലു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അല്ലു. ബർത്ത്ഡേ കേക്ക് തിന്ന ശേഷം ക്യാമ്പ് ഫയർ സെറ്റാക്കി. എൻ്റെ അമ്മ ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ചുടലും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വർഷത്തെ അവസാനത്തെ ചുടലായി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ ഉറങ്ങിയത്. കാരണം ടെൻറ്റിനുള്ളിലെ തണുപ്പ് അതിഭീകരമാണ്. പക്ഷെ മോർണിംഗ് നല്ല വൈബായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും കളയാതെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് തരുന്നത്. കാരണം പക്ഷിയുടെ കളകളാരവും വെള്ളത്തിൻ്റെ ചിലമ്പൊലിയും കേൾക്ക് എന്ത് രസമാണെന്നറിയോ. ഇവിടെ ഒരുപാട് പക്ഷികളെ കാണാം കേട്ടോ. ഈ ഭാഗത്തൊന്നും മനുഷ്യർക്ക് പ്രവേശനവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ കണ്ട ഏരിയ ആണിത്. ഇവിടെ മൊത്തം ടെൻറ്റുകളാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ തണുപ്പായതുകൊണ്ടും വളരെയധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ കണ്ട മീൻകുളത്തിലെ മീനുകളാണിവ. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് മതിയാവുന്നേ ഇല്ല. ഇനി കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് മീനിനെ കാണാം. ഇത് ലവ് ലേക്കിന് ചുറ്റിലുമുള്ള ജോഗിംഗ് ട്രാക്കാണ്. 2 മീറ്റർ വീതിയിൽ ലവ് ലേക്കിന് ചുറ്റിലും ഈ ട്രാക്ക് ഉണ്ട്. ഞങ്ങൾ മീനൊക്കെ കണ്ടുവരുമ്പോഴേക്കും ഇവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ചായപ്പൊടിയാണോ അല്ല മണ്ണുവാരി കേട്ടോ. അൽകുദ്രയിൽ നമ്മൾ പരമ്പരാഗതമായി അറബിക് സ്റ്റൈലിൽ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറേബ്യൻ യുവാവിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ട മറിക്കുന്നില്ലേ? അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു എടുത്ത് ഇങ്ങനെ ഇടുമായിരിക്കുന്നു.
പരീക്ഷണാണ് കിട്ടുവോ? നിന്നെ പരീക്ഷിക്കാണ്. കൊണ്ടുപോയി അതിപ്പോ അവര് കണ്ട പ്രശ്നവും മീനും ഷെയർ ചെയ്ത് കൊടുക്കാണ്. മീൻ കൊണ്ടുപോകുന്ന വേഗം തിന്നു അവർക്ക് ഒക്കെ കഴിഞ്ഞ് പെട്ടിയും കിടക്കയും എടുത്ത് ടെന്റുകൾ മടക്കിക്കൊണ്ടിരിക്കുന്ന 3 ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആണിത്. കുപ്പായം തലതിരിച്ചിട്ട ഫാഷൻ ഡിസൈനറെ നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് കണ്ടിട്ടുണ്ടോ? ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് പക്ഷികൾ കിലോമീറ്ററുകൾ ദേശാടനം നടത്തി തണുപ്പ് കാലത്ത് ചേക്കേറുന്ന ഒരു സ്ഥലം കൂടിയാണ് അൽഖുദ്രയിലെ തടാകം. ഈ ഒരു വെള്ളത്തിനടിയിലുള്ള വഴിയിലൂടെ നടന്ന് ലവ് ലേക്കിന് നടുവിലുള്ള ദ്വീപിലെത്താം. വീടെ പോയി ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിരിപ്പാണ്. അങ്ങനെ തിരിച്ചു പോവുകയാണ് ലവ് ലേക്കിനോട് വിട പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയിട്ടോ. അല്ലുവിനെ മോതിരം വാങ്ങിയ കൂട്ടത്തിൽ ഞങ്ങളും 2 മോതിരം വാങ്ങിച്ചിട്ടു. ഞങ്ങൾ പോകുന്ന ഈ വഴിയിൽ വളരെ ദൂരത്തായിട്ട് വളരെ 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 ദൂരത്തായിട്ട് ഭയങ്കരമായ ഒരു പ്രകാശം കാണുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. അപ്പോൾ ശരി, ലവ് ലേക്കിലെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.